കിളിഡ് ഉണ്ടായിരുന്നത് പകുതിയോളം നമ്മുടെ ചത്തുപോയി. എന്താ കാരണം എന്ന് നമ്മൾ കണ്ടുപിടിച്ച് വന്നപ്പോഴാണ് നമുക്ക് പകുതിനെ സേവ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ നമ്മൾ എന്തായാലും അതിനെ സേവ് ചെയ്തിട്ടുണ്ട്. കാരണങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞുതരാം. അപ്പോൾ ഗാർഡൻ ആൻഡ് അക്വേറിയം ചാനലിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. നമ്മുടെ ചാനലിൽ പല വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. എല്ലാ ഫിഷുകളുടെയും കെയറിങ് എല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ സിക്ലിഡിൻ്റെ കാര്യമാണ്. നമ്മുടെ ടാങ്കിൽ കുറേ എണ്ണം ചത്തുപോയി. അപ്പോൾ അതിൻ്റെ കാരണം നമ്മൾ ഡീപ്പായിട്ട് മനസ്സിലാക്കി വന്നപ്പോൾ കുറച്ച് നേരം വൈകി. അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് ഷെയർ ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് വളർത്തുമ്പോൾ അത് വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ നമ്മൾ ആദ്യം സിക്ലിഡിൻ്റെ ടാങ്കിൽ ശ്രദ്ധിക്കേണ്ടത് അവയ്ക്ക് കൂടെ വേറെ ഫിഷുകൾ പാടില്ല. പ്രത്യേകിച്ച് ബേബീസിനെ വളർത്തുമ്പോൾ അവയുടെ കൂടെ വേറെ ഒറ്റ ഫിഷും പാടില്ല. നമ്മൾ കുറച്ച് ഗപ്പീസ് അതിനകത്ത് ഉണ്ടായിരുന്നു. അപ്പോൾ അവയാണ് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്. അവ കുഞ്ഞി സിക്ലിഡിൻ്റെ ചിറകൊക്കെ കടിച്ച് ഇത് ചെയ്യും. ചിലപ്പോൾ ഈ സിക്ലിഡ് കുറച്ച് നേരം അനങ്ങാതൊക്കെ കിടക്കുന്ന സമയമുണ്ട്. അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഈ വലിയ ഗപ്പീസ് ആണെങ്കിലും വേറെ ഫിഷുകളാണെങ്കിലും ഇവയുടെ ഫിൻസൊക്കെ കടിക്കാനും അവ ചത്തുപോകാനുള്ള കാരണം. പിന്നെ രണ്ടാമതായിട്ട് ഇവ ഒരേ ടൈപ്പിലല്ല ഗ്രോ ചെയ്യുന്നത്. ചിലത് പെട്ടെന്ന് ഗ്രോ ചെയ്യും, ചിലത് സ്ലോയിലാണ് ഗ്രോ ചെയ്യുന്നത്. ഗപ്പീസ് പോലെ അല്ല. അപ്പോൾ പെട്ടെന്ന് ഗ്രോ ചെയ്യുന്നത് കുറച്ചുകൂടി അഗ്രസീവ്നെസ് കൂടുതൽ കാണിക്കും. അപ്പോൾ അത് വലിയത് ആവുമ്പോൾ അവയെ കുറച്ച് റെസ്ട്രിക്റ്റ് ചെയ്തില്ലെങ്കിൽ അവ കുഞ്ഞി ആയിട്ടുള്ള സിക്ലിഡിൻ്റെ ചിറകുകൾ കടിച്ച് തിന്നും, അവയെ അറ്റാക്ക് ചെയ്യും, എപ്പോഴും ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ ആ സിക്ലിഡിന് രോഗം വന്ന് അല്ലെങ്കിൽ ഫിൻസൊക്കെ പോയി അങ്ങനെ ചത്തുപോകാനുള്ള കാരണം ഉണ്ടാവും. അപ്പോൾ അങ്ങനെ രണ്ട് കാരണങ്ങളുണ്ട്. അപ്പോൾ ഇതിനെ പെട്ടെന്ന് ചെയ്യാനായിട്ട് ഇപ്പോൾ നമ്മുടെ നാട്ടിലെ ടെമ്പറേച്ചർ, വാട്ടർ ക്വാളിറ്റി എല്ലാം സിക്ലിഡിന് വളരെ ഈസിയാണ്. വേറെ പ്രത്യേകിച്ച് ഒന്നും ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. 22 തുടങ്ങി 28 ഡിഗ്രി വരെ ടെമ്പറേച്ചറിൽ കൂളായിട്ട് ഇവ വളരും. അപ്പോൾ നാട്ടിലാണെങ്കിൽ ഹീറ്റർ ആവശ്യമില്ല. ഇവിടെ ആയതുകൊണ്ടാണ് ഞാൻ 22 ഡിഗ്രിയിൽ ഇപ്പോൾ ഹീറ്റർ വെച്ച് കൊടുത്തിരുന്നത്. 22 വെച്ചിട്ടുള്ളൂ. അധികം ചൂടധികം കൊടുക്കുന്നില്ല. നമ്മൾ നോർമലായിട്ട് തന്നെ വെച്ചേക്കാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളാണ് ചെയ്തേക്കുന്നത്. പിന്നെ ഈ വലിയ ടാങ്കിൽ നമ്മൾ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇവയ്ക്ക് ഏറ്റവും അത്യാവശ്യം സിക്ലിഡിനെ വളർത്തുമ്പോൾ ഏറ്റവും അത്യാവശ്യം അവയ്ക്ക് കുറേ ഹൈഡിങ് പ്ലേസുകൾ വേണം. അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ മിസ്സായത്. നമ്മൾ സിക്ലിഡിനെ കാണാലോ അല്ലെങ്കിൽ അവയ്ക്ക് ഫീഡ് ചെയ്യുമ്പോഴെല്ലാം കറക്റ്റ് എടുക്കുന്നുണ്ടോ എല്ലാ കാര്യങ്ങളും നോക്കി ചെയ്യാലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് നമ്മൾ അങ്ങനെ ഒരു ടാങ്കിൽ ഇട്ടിരുന്നത്. അപ്പോൾ അത് ഇവയെ തമ്മിൽ ഫൈറ്റ് ചെയ്യാനുള്ള കാരണം കൂടാനുള്ള ചാൻസാണ്. പക്ഷേ ഇവയ്ക്ക് നമ്മൾ ഹൈഡിങ് പ്ലേസുകൾ കൂടുതലായിട്ട് യൂസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഒരെണ്ണം പോലും നമ്മുടെ കയ്യിൽ ഇപ്പോൾ ചാവുന്നില്ല. എല്ലാവരും ഒരു കുഴപ്പമില്ലാതെ നോർമലായിട്ട് വളരുന്നുണ്ട്. അപ്പോൾ അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഗപ്പീസിനെല്ലാം നമ്മൾ പിടിച്ച് മാറ്റി. ഇപ്പോൾ സിക്ലിഡ് മാത്രമാണ് അതിനകത്തുള്ളൂ. പിന്നെ അതുപോലെ തന്നെ പ്ലാന്റ് കുറച്ചും കൂടി നമ്മൾ കൂട്ടി കൊടുത്തു. പിന്നെ അതുപോലെ ഇപ്പോൾ നിങ്ങൾ കണ്ടാലറിയാം നമ്മൾ ഇഷ്ടിക വെച്ച് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇത് നമ്മുടെ നാട്ടിലെ ഇഷ്ടിക അല്ല. ഇതിന് ഹോൾസ് ഉണ്ട്. നമ്മുടെ പ്ലിക്കോ കേവ് പോലെ 3 ഹോൾസ് വെച്ചിട്ടുണ്ട് ഈ ഇഷ്ടികയിൽ. അപ്പോൾ നമ്മൾ അങ്ങനത്തെ ഒരു 3 ഇഷ്ടികയാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 9 ഹോൾസ് ഉണ്ട്. അപ്പോൾ അവയ്ക്ക് നല്ല കേവ് പോലെ ഹൈഡ് ചെയ്ത് ഇരിക്കാനായിട്ട് അവയ്ക്ക് പറ്റും. ഇവയ്ക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് ഹൈഡിങ് പ്ലേസുകളാണ്. ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോയിൽ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിനകത്ത് ഓരോ ഹോളുകളിലും ഒരു 2-3 സിക്ലിഡ് ബേബീസ് വെച്ച് ഇരിപ്പുണ്ട്. അപ്പോൾ അവരെല്ലാവരും ഇങ്ങനെ ഹൈഡ് ചെയ്ത് അവരുടെ ഒരു ചെറിയ റീജിയൻ പോലെ അവർ ടെറിട്ടറി ആക്കി ഇങ്ങനെ നിൽക്കുന്നതാണ്. അപ്പോൾ അവർ കുറച്ച് പേരായിട്ട് ഇങ്ങനെ കൂട്ടായിട്ട് നിൽക്കുന്നതാണ്. അപ്പോൾ ആരും തമ്മിൽ അറ്റാക്കിങ് ഇല്ല. അവരെല്ലാവർക്കും ഇഷ്ടം പോലെ ഹൈഡിങ് പ്ലേസുകളുണ്ട്. പിന്നെ 2 കോക്കനട്ട് ഷെല്ല് നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 3 ഡ്രിഫ്റ്റ് വുഡിൻ്റെ പീസ് വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ നിറച്ച് പ്ലാന്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ഇഷ്ടികകൾ വെച്ചേക്കുന്നതിൻ്റെ ഇടകളിൽ ഗ്യാപ്പുകളുണ്ട് ഇഷ്ടം പോലെ. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ സിക്ലിഡ് തമ്മിലുള്ള അറ്റാക്കിങ് ഒന്നും ഇല്ലാതായി. പിന്നെ ഗപ്പീസ് ഇല്ല ഡിസ്റ്റർബ് ചെയ്യാൻ. അപ്പോൾ വേറൊരു ഫിഷ് വരുമ്പോൾ അവരുടെ അഗ്രസീവും ഗപ്പീസ് ആണെങ്കിൽ ഈ ടാങ്കിലുണ്ടായിരുന്നത് കുറച്ച് ഭയങ്കര അഗ്രസീവായിട്ട് അങ്ങോട്ട് കിടന്ന് ഓടുകയും ഭയങ്കരമായിട്ട് വെള്ളം ഇങ്ങനെ ഭയങ്കരമായിട്ട് കിടന്ന് ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഒരു വെറിലി പിടിച്ച പോലെയൊക്കെയാണ് കിടന്ന് ഓടിക്കൊണ്ടിരുന്നിരുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ സിക്ലിഡ് വളരെ കാമായിട്ട് ഇങ്ങനെ നിൽക്കുന്ന അങ്ങനെ ഉള്ളൊരു ടാങ്കാണ് അവയ്ക്ക് ഇഷ്ടം. ഇപ്പോൾ ബബിൾ ഫിൽറ്റർ പോലും അവയ്ക്ക് അധികം ഇഷ്ടമില്ലാത്ത കാര്യമാണ്. അവർക്ക് ചെറിയൊരു വാട്ടർ ഫ്ലോ ആണ് അവർക്ക് താല്പര്യം. അങ്ങനെ ഇടുന്നതാണ് സിക്ലിഡിൻ്റെ ടാങ്ക്. നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. അവർക്ക് ചെറിയ ഒരു വേവ് പോലെ മാത്രം മതി വെള്ളത്തിൽ. ഇപ്പോൾ ഈ വെള്ളം നിങ്ങൾ കലങ്ങി കിടക്കുന്ന പോലെയാണ് നിങ്ങൾ കാണുന്നത്. പക്ഷേ ഈ വെള്ളം ഞാൻ അതിൻ്റെ pH-ഉം എല്ലാ കാര്യങ്ങളും നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കി. ആ വെള്ളം നോർമലാണ്, ഒരു കുഴപ്പമില്ല. ഇതിപ്പോൾ ചെറിയൊരു ക്ലൗഡിനെസ് കാണുന്നത് അതിൻ്റെ ആൽഗെ ബ്ലൂ എന്തെങ്കിലും ഒരു ചെറിയ ബാക്ടീരിയ ബ്ലൂമോ അല്ലെങ്കിൽ ഇതിൻ്റെ മാത്രമാണ്. അതിനകത്ത് അമോണിയ വേസ്റ്റോ നൈട്രേറ്റോ ഒന്നുമില്ല. അപ്പോൾ എന്തായാലും അവയ്ക്ക് അങ്ങനെ കിടക്കുമ്പോഴും ഒരു പ്രശ്നമില്ല. പിന്നെ നമ്മൾ ഡ്രിഫ്റ്റ് വുഡ് 2 പുതിയത് കിട്ടും. അപ്പോൾ അത് കാരണം അതിൻ്റെ ഒരു കളർ ഇളകി വരുന്നതും കൂടി ഉണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ കാരണമാണ് ഈ വെള്ളം ഇത്തിരി ക്ലൗഡിയായിട്ട് കിടക്കുന്നത്. കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് തെളിഞ്ഞോളും. അല്ലെങ്കിൽ ഇത്തിരി പൊട്ടാസ്യം പെർമാനായിട്ട് കലക്കി നമുക്കതിനെ വെള്ളം തെളിയിച്ചെടുക്കാൻ പറ്റും.
കൂടാൻ പാടില്ല, മീൻ ചത്തുപോകും. അപ്പോൾ അത് കാരണം അതെല്ലാം ചെയ്ത് നമുക്കത് എന്തായാലും ഒരു 2 ആഴ്ചയ്ക്കുള്ളിൽ നല്ല ക്ലിയർ വാട്ടർ ആക്കാനും സിക്ലിഡ് വളരെ കാമായിട്ട് ഇനി വളരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനത്തെയുള്ള യൂസ്ഫുള്ളായിട്ടുള്ള ടിപ്പാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇനി എന്തായാലും സിക്ലിഡിൻ്റെ അപ്ഡേറ്റുകൾ നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് തുടർന്നുള്ള വീഡിയോയിൽ അതിൻ്റെ ബാക്കി കാര്യങ്ങൾ കാണാം. അപ്പോൾ എന്തായാലും നമ്മൾ ഇനിയുള്ള ഒരു 70-75 കുഞ്ഞുങ്ങളെ നമ്മൾ സേവ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി എത്ര എണ്ണം കിട്ടും എന്നുള്ളത് നമ്മൾ ഇതിനകത്ത് അപ്ഡേറ്റ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ കുറച്ച് ആൾക്കാർ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട് ഈ വലുപ്പത്തിലുള്ളവരാണ്. അപ്പോൾ അറിയില്ല, നമുക്ക് ഞാൻ അടുത്ത വീഡിയോ ചെയ്യുമ്പോൾ പറയാം എന്താണ് അപ്ഡേറ്റ് എന്നുള്ളത്. അപ്പോൾ എന്തായാലും ഈ ഒരു ഇതിൽ സിക്ലിഡിൻ്റെ ഡെത്ത് നമ്മൾ മാറ്റിയെടുത്തു. സിക്ലിഡിന് ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള ടാങ്കും നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ സിക്ലിഡ് വളരെ ഹെൽത്തി ആയിട്ട് വളരാനുള്ളൊരു അറ്റ്മോസ്ഫിയർ ആക്കി കൊടുത്തു. പിന്നെ ഫീഡും നല്ല റെഗുലറായിട്ട് കൊടുക്കുന്നുണ്ട്, ലൈവും കൊടുക്കുന്നുണ്ട്, അതുപോലെ ഫ്രോസണും കൊടുക്കുന്നുണ്ട്. പെല്ലറ്റ് അധികം നമ്മൾ കൊടുക്കുന്നില്ല, ഫ്ലേക്സ് കൊടുക്കുന്നുണ്ട്, എല്ലാം നമ്മൾ തിന്നുന്നുണ്ട്. അധികം വേസ്റ്റേജ് വരാതെ നോക്കുന്നുണ്ട്. ഇവർക്ക് എപ്പോഴും നല്ല ഫീഡ് വേണം. കാരണം നമ്മൾ കൊടുക്കുമ്പോൾ നല്ല ശ്രദ്ധിച്ചില്ലെങ്കിൽ എല്ലാവർക്കും ഫീഡ് കിട്ടാതെ വരും. അപ്പോൾ നമ്മളൊരു നോർമൽ ക്വാണ്ടിറ്റി നമ്മളത് 2-3 ദിവസം കൊടുത്തു കഴിയുമ്പോൾ നമുക്കറിയാമല്ലോ എന്തോരം ക്വാണ്ടിറ്റി കൊടുക്കണം എന്നുള്ളത്. അപ്പോൾ ആ ഒരു രീതിയിൽ ഫീഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. പിന്നെ നമ്മൾ ലൈവായിട്ടുള്ള ഇനം കൊടുക്കും. ലൈവായിട്ടുള്ള കൊടുക്കുകയാണെങ്കിൽ പിന്നെ വാട്ടറിൻ്റെ ക്വാളിറ്റി നഷ്ടപ്പെടുന്നുള്ള ഒരു പ്രശ്നമില്ല. അപ്പോൾ നമ്മുടെ ഡഫ്നിയനെയും മൊയിനേനെയൊക്കെ നമ്മൾ ഫീഡ് ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ഈസി ആയിട്ട് നമുക്കിതിനെ വളർത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ തുടർന്നുള്ള വീഡിയോയിൽ ഇതിൻ്റെ ബാക്കി അപ്ഡേറ്റുകൾ ഞാൻ കാണിച്ചു തരാം. എന്തായാലും നമ്മളിതിനെ സേവ് ചെയ്തെടുത്തു. അപ്പോൾ നിങ്ങളെല്ലാ വീഡിയോസും വാച്ച് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്